യുഗത്തിലെ യുവവിശുദ്ധൻ കാർലോസ് പുണ്യപുത്ര, ദിവ്യകാരുണ്യവാഹകനെ കാർലോസ് യുവസ്നേഹിത, യുവജനവിധുനിൽ പാടെ മണിചേർന്നിടാം തിരുസഭയുടെ നൽസുതരാം ജീവിച്ചിടാം പ്രാർത്ഥിക്ക യുവകാലോസേ. ദൈവത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ച് വേദനകളെ പുഞ്ചിരികളാക്കി യുവാക്കൾക്ക് വിശ്വാസത്തിന്റെ മാർഗദീപം തെളിച്ച സൈബർ യുദ്ധത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തലശ്ശേരി അതിരൂപത. തലശ്ശേരി അതിരൂപതയുടെ സ്വർണ്ണലിപികളാൽ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു മണിക്കൂറാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. തലശ്ശേരിയിലെ യുവജനങ്ങൾ അണിനിരത്തുന്ന കാർലോ അക്വിറ്റസ് പ്രഥമ യുവജന തീർത്ഥാടനത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മോടൊപ്പം തലശ്ശേരി അതിരൂപതയുടെ വലിയടിയൻ ബഹുമാനപ്പെട്ട നേരുകയാണ്. പിതാവേ, ഈ ഒരു തീർത്ഥാടനം യുവജനങ്ങൾക്ക് തന്നെ പുതിയൊരു യുവജനങ്ങൾ സഭയോടൊത്തും ഈശോയോടൊത്തും ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഈ ഒരു തീർത്ഥാടനത്തെ മനസ്സിലാക്കേണ്ടത്. യുവജനങ്ങളിൽ അവരിലൊരാളായി ജീവിച്ച് ഈ കാലഘട്ടത്തോട് സംബന്ധിച്ച കാർലോ അക്വിറ്റസ് എന്ന വിശുദ്ധന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവര് സഭയോടൊത്ത് ജീവിക്കാനുള്ള സന്നദ്ധത പ്രകടമാക്കുന്ന ഒരു അവസരമായിട്ട് ഈ തീർത്ഥാടനത്തെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് വിളക്കുന്നവര് ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖത്തിൽ തെളിഞ്ഞ ദേവാലയത്തിലേക്കാണ് ഈ തീർത്ഥാടനം എന്നുള്ളത് യുവജനങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കുന്നുണ്ട്. കാരണം പരിശുദ്ധ കുർബാനയോട് ചേർത്ത് ജീവിച്ച മഹാവിശുദ്ധനായിരുന്നു കാർലോ അക്വിറ്റസ് എന്ന് നമുക്കറിയാം. ആ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം സ്വന്തമാക്കാനുള്ള പരിശ്രമമാണ് ഈ തീർത്ഥാടനത്തിലൂടെ യുവജനങ്ങൾ തീയായി പടരുന്നിതാ. കാലം തകർക്കാത്തൊരാവേശത്തെ ഞങ്ങൾ അണിചേർന്നിതാ. മെസ്സയ്യറ്റെങ്കിൽ തുടിത്താളത്തീയായി പടരുന്നിതാ. കാലം തകർക്കാത്തൊരാവേശത്തെ ഞങ്ങൾ അണിചേർന്നിതാ. നമുക്കെല്ലാം പരിചിതമായ ഒരു മുഖമാണ് സിസ്റ്റർ സോണിയ തെരേസ് നമ്മോടൊപ്പം ഉണ്ട്. വോയിസ് ഓഫ് നണിന് വേണ്ടി ഫേസ്ബുക്കിലൊക്കെ ശക്തമായി എഴുതുന്ന ഒരു സിസ്റ്റർ ഒരു കാർലോ അക്വിറ്റസിന്റെ ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ഒരു കാൽനടയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു തീർത്ഥാടനം നിങ്ങൾക്ക് അനുഭവവേദ്യമായി? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ്. ഈ 10ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ, ഡിജിറ്റൽ യുഗത്തിലെ വിശുദ്ധൻ. ഈ യുവജനങ്ങളെല്ലാവരും ശരിക്കും കാർലോ അക്വിറ്റസിനെ അനുഗമിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഒത്തിരി കാർലോയെ പറ്റി എഴുതിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ശരിക്കും കാർലോ ഇവരിൽ ഒരാളെ പോലെയായിരുന്നു. പക്ഷെ എപ്പോഴും വ്യത്യാസമായിരുന്നു. ഇവർ ഇഷ്ടപ്പെടുന്ന പോലെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നു, കല, കായിക എല്ലാ ഫീൽഡും. സൈക്ലിംഗ് ഇഷ്ടമായിരുന്നു, ഫുട്ബോൾ ഇഷ്ടമായിരുന്നു, അതുപോലെ ഇൻ്റർനെറ്റ്, മീഡിയകൾ എല്ലാം ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ കാർലോയെ വ്യത്യസ്തനാക്കുന്നത് എപ്പോഴും വിശുദ്ധ കുർബാനയോട് ഒരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളൊരു പ്രത്യേകത. ഇന്ന് ഒത്തിരി പിള്ളേർ നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ അനുദിനവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഒത്തിരി നന്മകൾ ചെയ്ത് വിചിത്രമായിട്ട് എനിക്ക് കാർലോയുടെ ജീവിതം നോക്കുമ്പോൾ വലിയ ഒത്തിരി എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും ദൈവത്തെ സ്നേഹിക്കുക, ചെറിയ ചെറിയ നന്മകൾ ചെയ്യുക, അങ്ങനെ ആ വിശുദ്ധിയിലേക്ക് കടന്നു പോവുക. ശരിക്കും മരണത്തെ പോലും ഞാൻ കാർലോയുടെ ഒരു വീഡിയോ ഉണ്ട്, ഇറ്റാലിയനിൽ പറയുന്നത് സോണോ ഡെസ്റ്റിനാത്തോ അമോറീരെ എന്നാണ്. അതായത് ഞാൻ അധികം ജീവിക്കത്തില്ല, എനിക്ക് മരണം അടുത്തിരിക്കുന്നു എന്നുള്ള ഒരിത്. അതുപോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൈ ഇങ്ങനെയൊക്കെ വെച്ചൊരു വീഡിയോ ഉണ്ട്. അതുപോലെ
നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് സാഹചര്യങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ സാധിക്കും. അങ്ങനെ ഒരു ഇത് അപ്പം ഏറ്റവും ഇന്നത്തെ യുവത്തിലെ യുവജനങ്ങൾക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റാവുന്ന ഒരു വിശുദ്ധനാണ് കാർലോ അക്വിറ്റസ്. സിസ്റ്റർ സോണിയ തെരേസാണ് നമ്മോട് പ്രതികരിച്ചത്. വിശുദ്ധന്റെ ജീവിതം അനുഗമിച്ചുകൊണ്ട് നിരവധി യുവജനങ്ങൾ ഇവിടെ അണിനിരക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ജീൻസും പാൻറ്റും ഒക്കെ ധരിച്ച ഒരു വിശുദ്ധൻ, ആ വിശുദ്ധൻ്റെ പാത പിന്തുടർന്ന് യുവജനങ്ങൾ ഇന്നിവിടെ മുന്നോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒന്നേ പറയുവാനുള്ളൂ, സൈബർ യുഗത്തിൽ ഞങ്ങൾക്കും ഒരു പോരാളിയാകാം. കാർലോ അക്വിറ്റസ് തീർത്ഥാടനം ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഒരു പുരോഹിതൻ നമുക്കൊപ്പമുണ്ട്. അച്ഛാ, ഈ ഒരു തീർത്ഥാടനം അതും പ്രഥമ തീർത്ഥാടനം കൂടിയാണ്. എങ്ങനെ ഈ ഒരു തീർത്ഥാടനത്തിനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണിത്. കാരണം നമുക്കറിയാം, ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ നമ്മുടെ ഒരു യുവാക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഏറ്റവും നല്ല മാതൃകയാണ് ഈ വിശുദ്ധൻ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ, ജീൻസും ഷർട്ടൊക്കെ ധരിച്ച നല്ല മിടുക്കന്മാരായിട്ടുള്ള യുവാക്കളെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഈ വിശുദ്ധൻ്റെ തീർത്ഥാടനം അത്രമാത്രം ഈ ഒരു കാലഘട്ടത്തിന് വലിയ പ്രചോദനമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷവും കൂടിയാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിമിഷം വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷവും കൂടിയാണ്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ 19 ഫൊറോനകളിലെ യുവാക്കന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ തീർത്ഥാടനം അത്രമേൽ അനുഗ്രഹപൂർണ്ണമാണ്. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഈ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ കാർലോ അക്വിറ്റസ് ജീൻസും പാൻറ്റും ധരിച്ചുകൊണ്ട് നിരവധി ആളുകളിലേക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരുന്ന ആ വിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കുവാനായി തലശ്ശേരി അതിരൂപതയിലെ യുവജന കൂട്ടായ്മ ഇന്ന് ഇവിടെ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. ഏകദേശം 10 കിലോമീറ്ററിന് മുകളിലായിട്ട് നിന്നുകൊണ്ട് തന്നെ നിരവധി യുവജനങ്ങൾ ഒരു മടിയുമില്ലാതെ ഈ സായം സന്ധ്യയിൽ മുന്നോട്ട് വരികയാണ്. അച്ഛന്മാർ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, സിസ്റ്റേഴ്സ് ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ കാർലോ അക്വിറ്റസ് യുവജന തീർത്ഥാടനം ഇവിടെ നടക്കുമ്പോൾ ചെറുപുഴ ഫൊറോനയിൽ നിന്ന് യുവാക്കളായ 3 വൈദികർ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛന്മാരോട് തന്നെ ചോദിച്ചു നോക്കാം, ഈ ഒരു തീർത്ഥാടനം എങ്ങനെയാണ് യുവജനങ്ങൾക്ക് ഒരു മോഡേൺ യുഗത്തിൻ്റെ വിശുദ്ധനായ കാർലോ അക്വിറ്റസിനെ പോലെ എങ്ങനെയാണ് ഒരു തീർത്ഥാടനം യുവജനങ്ങളിൽ ഒരു പ്രസക്തി ഉണ്ടാക്കുന്നത്? യുവജനങ്ങളുടെ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ കാർലോ അക്വിറ്റസിൻ്റെ മാതൃക പിൻചെന്നുകൊണ്ട്, അതായത് ഇന്നത്തെ തലമുറയിൽ വിശുദ്ധരായി വളരുവാൻ വേണ്ടി സാധിക്കുമെന്നൊരു ഒരു വിളിച്ച ആഹ്വാനമാണ് കാർലോ അക്വിറ്റസ് നൽകുന്നത്. അതുപോലെ തന്നെ ഇത്രയും യുവജനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, കാർലോ അക്വിറ്റസിനെ പോലെ തങ്ങളുടെ ജീവിതവും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നുള്ള ഒറ്റ കാര്യമായിരിക്കും. അതായത് ജീൻസ് ധരിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു പുതുതലമുറ ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈശോയെ പോലെ ഈശോയുടെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. അച്ഛാ, ഈ ഒരു തീർത്ഥാടനം യുവജനങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്? തലശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന ഈ ഒരു യുവജന തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1000-ൽ പരം യുവജനങ്ങൾ ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നു എന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നുകയാണ്. ഞാൻ ഈ വർഷം ബുദ്ധകുർബാന സ്വീകരിച്ച അച്ഛനായ ഒരാളാണ്.
അപ്പോൾ യുവജനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടെ കൊച്ചന്മാരെ കേൾപ്പിക്കാൻ നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. എങ്ങനെയാണ് യുവജനങ്ങളെ ഒന്ന് ഒരുമിപ്പിക്കാൻ സാധിക്കുക? ഇവരാരും ഇന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് വരുന്നില്ല, പള്ളിയിൽ നിന്ന് എല്ലാവരും അകന്നു പോകുന്ന പരാതികൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റാലി കാണുമ്പോൾ ശരിക്കും യുവജനങ്ങൾ ആരും പള്ളിയിൽ നിന്ന് അകന്നു പോയിട്ടില്ല, എല്ലാവരും സഭയെ സ്നേഹിക്കുന്നു. ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ അവർ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ മാതൃക സ്വീകരിച്ച് ജീൻസും വെള്ള ഷർട്ടുമൊക്കെ ധരിച്ച് ഈ ഒരു റാലിയിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ തികച്ചും അഭിമാനം തോന്നുന്നു. നമ്മുടെ സഭയുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാണ് എന്നൊരു ഉറപ്പാണ് ഇതിലൂടെ എനിക്കും ഇതുപോലുള്ള എല്ലാ യുവജനങ്ങൾക്കും തോന്നുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് യുവജനങ്ങളാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ നിരവധി യുവജനങ്ങള് ഒരു മടിയും കൂടാതെ ഈ സായം സന്ധ്യയിൽ ഒന്നുചേരുമ്പോൾ തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾക്ക് പറയുവാനുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെ മോഡേൺ യുഗത്തിൽ സുവിശേഷം പ്രസംഗിക്കണമെന്ന ഒരു നല്ലൊരു സന്ദേശമാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മളോട് ഈ യുവജനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സൈബർ യുഗത്തിലെ യുവവിശുദ്ധൻ കാർലോസ് പുണ്യപുത്ര, ദിവ്യകാരുണ്യവാഹകനെ കാർലോസ് യുവസ്നേഹിത, യുവജനവിധുനിൻ പാതേ അണിചേർന്നിടാം തിരുസഭയുടെ നൽസുതരാം ജീവിച്ചിടാം പ്രാർത്ഥിക്ക യുവ കാർലോസേ. തലശ്ശേരിയുടെ ചാൻസലർ അച്ഛൻ ബഹുമാനപ്പെട്ട ബിജു മുട്ടത്തൂർ നിലച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ ഒരു തീർത്ഥാടനം എങ്ങനെയാണ് യുവജനങ്ങൾക്കിടയിൽ ഒരു കരുത്ത് പകരുന്ന ആദ്യത്തെ ഒരു പ്രഥമ തീർത്ഥാടനം കൂടിയാണല്ലേ? തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ ഓർമ്മയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കാലത്ത് ആ വഴിയിൽ ഈശോയെ സ്നേഹിച്ച, ആ വഴിയിൽ സുവിശേഷത്തിന് വേണ്ടി സുവിശേഷവൽക്കരണത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തിയ ഒരു എല്ലാ ചെറുപ്പക്കാർക്കും വലിയ ആവേശമായൊരു വിശുദ്ധനെ ഓർത്താണ് ഈ യുവജനങ്ങൾ നടക്കുന്നത്. തലശ്ശേരിയിലെ യുവജനങ്ങൾ വളരെ പ്രത്യേകിച്ച് വളരെ ആക്റ്റീവാണ്. ഒരു ആത്മീയ വഴിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തീർത്ഥാടനം. നമ്മുടെ രൂപതയിലെ എല്ലാ ഭാഗത്തും വന്നിരിക്കുന്ന യുവജനങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് കുറേ ഇന്ന് മാത്രമുണ്ട്, ഞാൻ കണ്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. പിതാവ് നടന്ന യുവജനങ്ങൾ അച്ഛന്മാർ ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് ഈശോയുടെ വഴി നടക്കാനുള്ള ഒരു വലിയ ആവേശമാണ്. ഈ യുവജനങ്ങളാണ് നാളത്തെ സഭയുടെ ആവേശം. ഈശോയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഈ അക്വിറ്റസിനെ പോലെ ഞങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങളും ഈ മീഡിയയും ഒക്കെ സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ യുവജനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ തീർത്ഥാടനം നമ്മുടെ രൂപത ഒത്തിരി തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഉടനെ വലിയ മരിയൻ തീർത്ഥാടനം വരാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടാണ് യുവജനങ്ങൾ, ഇത് വലിയ ദൂരമില്ലല്ലോ, ഇനി 35 കിലോമീറ്ററോളം നീളുന്ന വലിയ തീർത്ഥാടനം വരികയാണ്. അതുകൊണ്ട് വലിയൊരു ആവേശത്തിന്റെ ഒരു ആത്മീയ ഒരു ഉത്സാഹത്തിന്റെ അവസരമാണ് ഈ തീർത്ഥാടനം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനായിട്ട്. വിശുദ്ധ കാർലോ അക്വിറ്റസ് പുതിയ ഒരു വിശുദ്ധനാണ്. നമ്മുടെ യുവജനങ്ങൾക്കെല്ലാം നല്ലൊരു മാതൃകയാക്കാൻ പറ്റിയ വിശുദ്ധനാണ്. അപ്പോൾ ആ വിശുദ്ധൻ്റെ ഓർമ്മയിൽ നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. മുമ്പോട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് വരട്ടെ. ആലക്കോട് മേഖലയിൽ നിന്ന് എത്ര യുവജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ആലക്കോട് 100 പേരെടുത്ത് ആലക്കോട് ഫൊറോനയിൽ ഏകദേശം ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തലശ്ശേരി അതിരൂപത യുവജന കൂട്ടായ്മയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട അഖിൽ മുക്കുഴിയച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സായം സന്ധ്യയിൽ ജീൻസും പാൻറ്റും ധരിച്ച കാർലോ അക്വിറ്റസിൻ്റെ പ്രഥമ തലശ്ശേരി അതിരൂപത തീർത്ഥാടനം യുവജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. അച്ഛാ, ഈ ഒരു തീർത്ഥാടനത്തിൽ ഏകദേശം എത്ര യുവജനങ്ങൾ പങ്കെടുക്കുന്നു? 2000-ഓളം യുവജനങ്ങൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നു. ഈ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെപ്റ്റംബർ 7-ാം തീയതിയാണ് കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ തിരുനാൾ ദിനമാണ് ഒക്ടോബർ 12, നാളെ. അതിൻ്റെ തലേ ദിവസം ഇത്രയേറെ യുവജനങ്ങളെ അണിനിരത്തി വലിയ സാക്ഷ്യത്തിൻ്റെ ഈ യാത്ര വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ തിരുശേഷിപ്പും ഒപ്പം തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതം തിരുമുഖ ദർശനം നൽകിയ വിളക്കന്നൂരിലേക്ക് ഈ യാത്ര നടത്തപ്പെടുന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അതിലേറെ വലിയൊരു ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും നിമിഷമാണ്. 1,50,000 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന യുവജനങ്ങൾ ഒന്നു ചേർന്ന് ചൊല്ലിത്തീർത്തിട്ടാണ് ഈ പദചലനം, ഈ പ്രദക്ഷിണം ഇവിടെ നടക്കുന്നത്.
ഒത്തിരി സന്തോഷമുണ്ട്. ഈ പ്രഥമ കാർലോ അക്വിറ്റസിന്റെ തീർത്ഥാടനത്തിന് ചുക്കാൻ പിടിച്ച രൂപത എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്. പ്രസിഡന്റ് അബിൻ വടക്കേക്കര നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇത് രൂപകൽപ്പന നടത്തിയപ്പോൾ എത്ര ആളുകൾ പങ്കെടുക്കുമെന്നും അതുപോലെ ഇത്ര മനോഹരമായി ഇവിടെ ഇതൊരു തീരുകയുണ്ടായി, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പിന്നിലെ പ്രവർത്തിച്ച കാര്യങ്ങൾ? ആധുനിക സഭയ്ക്ക് കത്തോലിക്ക യുവജനങ്ങൾക്ക് ഒരു പുതിയ വിശുദ്ധനെ കിട്ടിയ സന്തോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളും സഭയും. ആ സമയത്ത് KCYM തലശ്ശേരി രൂപതാ സമിതി ഇത്തരത്തിൽ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ നാമധേയത്തിൽ ഒരു പരിപാടി ഒരു തികച്ചും ആത്മീയത നിറഞ്ഞുകൊണ്ട് ചെയ്യണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം സംയുക്ത സിൻഡിക്കേറ്റിലും ഒക്കെ സംസാരിച്ചപ്പോൾ 19 ഫൊറോനയിലെയും ഫൊറോന പ്രസിഡന്റുമാരും ഡയറക്ടർ അച്ഛന്മാരും ഫൊറോന വികാരി അച്ഛന്മാരും അതിലുപരിയായി അഭിവന്ധ്യ തലശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് കംപ്ലാൻ പിതാവും വികാരി ജനറൽ അച്ഛന്മാരും അതിരൂപത നേതൃത്വവും ഞങ്ങൾക്ക് നൽകിയ പിന്തുണയും കരുതലുമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് നടന്നു വന്ന നടുവിൽ മുതൽ ഈ വിളക്കന്നൂർ വരെയുള്ള ഈ മനോഹരമായ ഒരു വിശ്വാസ പ്രഘോഷണ റാലിയും അതിനുശേഷം അഭിവന്ധ്യ മാർ ജോസഫ് പമ്പ്ലാനി പിതാവിന്റെ കാർമ്മികത്വത്തിൽ ഇവിടെ നടക്കുന്ന വിശുദ്ധ കുർബാനയും കൈവെപ്പ് ശുശ്രൂഷയും അതോടൊപ്പം തന്നെ തിരുശേഷിപ്പ് വണക്കം അടക്കമുള്ള എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ കാണുന്നത് തികച്ചും നന്ദിയോടെ മാത്രമേ ഓർക്കുവാൻ ഈ യുവജന പ്രസ്ഥാനത്തിന് ഈ പ്രഥമ തലശ്ശേരിയുടെ യുവജന തീർത്ഥാടനത്തെ പറ്റി കാണാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു തീർത്ഥാടനമായിരിക്കും എന്ന് ഞങ്ങൾക്ക് പല രേഖകൾ സംസാരിച്ചപ്പോഴും ഞങ്ങൾ പലരോടും ഇന്ത്യപ്പോഴും ഞങ്ങളോട് പറയുകയുണ്ടായി. കാരണം വിശുദ്ധ കാർലോ അക്വിറ്റസ് ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ. ആ കാലയളവിൽ തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടെ കാസർഗോഡ് മുതൽ പേരാവൂർ വരെയുള്ള 19 ഫൊറോനകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും കരുതലിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചത് അതിരൂപത സെക്രട്ടേറിയറ്റ് ഭാരവാഹികളായ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അമൽ, അതിരൂപത ഉപാധ്യക്ഷൻ അഖിൽ, അതോടൊപ്പം തന്നെ അതിരൂപത ട്രഷറർ ബിപിൻ, അതിരൂപതയുടെ ഭാരവാഹികളായ പ്രിയപ്പെട്ട സാൻജോസ്, അതോടൊപ്പം തന്നെ സോന, ശ്രേയ, അഞ്ജലി, എഡ്വിൻ സാർ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ഫാദർ അഖിൽ മാത്യു മുക്കുഴി, അതിരൂപത വൈസ് ഡയറക്ടർ സർ ജോസ്ന എസ് അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ പരിശ്രമത്തിന് തലശ്ശേരി അതിരൂപതയിലെ 19 ഫൊറോന പ്രസിഡന്റുമാരും ഫൊറോന ഡയറക്ടർമാരും ഫൊറോന വികാരി അച്ഛന്മാരും അതിനെല്ലാം ഉപരിയായി വിളക്കന്നൂർ ഇടവക ദേവാലയം അവരുടെ ഒരു പെരുന്നാളിന് എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനേക്കാൾ തീട്ടമായി യുവജന പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി സുകേഷ് അച്ഛന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റർ സണ്ണിച്ചേട്ടന്റെ നേതൃത്വത്തിൽ യൂത്ത് പ്രസിഡന്റ് ജിബിന്റെ നേതൃത്വത്തിൽ വിളക്കന്നൂർ ഇടവക അതിരൂപത യുവജന പ്രസ്ഥാനത്തിന് സമ്മാനിച്ചതാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട സുകേഷ് അച്ഛനടക്കമുള്ള വിളക്കന്നൂരിലെ കുടുംബത്തിന് അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നേരുന്നു. ഇനി വരും വർഷങ്ങളിലും ഇതിലും ആളുകളോടെ 2000-ഓളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തെങ്കിൽ വരും വർഷങ്ങൾ അതിലും കൂടുതലായി മാറട്ടെ എന്ന് അതിരൂപത യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആശംസിക്കുന്നു. നെല്ലിക്കമ്പതി ഫൊറോനയിൽ നിന്ന് യുവജനങ്ങളെ ഈ ഒരു തീർത്ഥാടനത്തിലേക്ക് കൊണ്ടുവരുവാൻ മുൻകൈയെടുത്ത എഡ്വിനച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. ഏകദേശം നെല്ലിക്കമ്പതി ഫൊറോനയിൽ നിന്ന് എത്ര പേരുണ്ട്? ഏകദേശം ഒരു 80ഓളം പേര് നെല്ലിക്കമ്പതിയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിലൊരു 50ഓളം പേര് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾക്ക് വലിയൊരു ആവേശവും ഒരു ഊർജ്ജവുമാണ് കാർലോസ് അക്വിറ്റസ്. പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത KCYM ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷയുണ്ട് യുവജനങ്ങൾക്ക് കുറച്ചുകൂടെ ദിവ്യാരണത്തെ അടുക്കുവാനും മറ്റ് ആഘോഷങ്ങൾക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ചേരുവാനും യുവജനങ്ങൾക്ക് അന്ന് ദൈവത്തോട് ഇന്ന് ഇവിടെ കൺവെൻഷനും കാര്യങ്ങളും സംസ്ഥാനം കുർബാന നടത്തുമ്പോൾ ദൈവീക കാര്യങ്ങളോട് യുവജനങ്ങളുള്ള ആഗ്രഹം കൂടിയാണ് പ്രകടമാകുന്നത്. തീർച്ചയായും നമ്മുടെ രൂപതയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടും ഉണർച്ച വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്? അതെ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏത് ഫൊറോനയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? വെള്ളരിക്കുണ്ട് ഫൊറോനയിൽ. ഏകദേശം ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്ത ഈ ഒരു തീർത്ഥാടനം എങ്ങനെയായിരുന്നു? വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. പുതിയൊരു അനുഭവമായിരുന്നു. ഇവിടെ ഫൊറോനയിൽ നിന്ന് വന്നപ്പോൾ ഇത്രയും വലിയൊരു കാൽനട തീർത്ഥാടനം, അതും സൈബർ യുഗത്തിലെ കാർലോ അക്വിറ്റസിന് വേണ്ടി ആ ഒരു വിശുദ്ധയെ പിന്തുടർന്ന് ഈ ഒരു തീർത്ഥാടനം ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇത്രയും വരാൻ തന്നെ ആഗ്രഹമില്ലായിരുന്നു. അപ്പം പിന്നെ ചേച്ചിമാർക്ക് നിർബന്ധിച്ചിട്ടാണ് വന്നത്. അപ്പം ഇത്രയും വലിയ പരിപാടിയാണെന്ന് വിചാരിച്ചില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ അടയാളം സ്ഥിരീകരിച്ച വിളക്കന്നൂർ
ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ യുവജനങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ, ജീൻസും പാൻറ്റും ധരിച്ച കാർലോ അക്യൂറ്റസിനെ പോലെ സൈബറിടങ്ങളിൽ പോരാടുവാൻ ഞങ്ങളുണ്ട് എന്ന്. തലശ്ശേരി അതിരൂപതയിലെ എല്ലാ യുവജനങ്ങളും ഇന്ന് ഇവിടെ അണിനിരക്കുമ്പോൾ യുവജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒറ്റ സന്ദേശം ഇന്ന് ഷെക്കിന ന്യൂസിലൂടെ ഞങ്ങൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയുകയാണ്. സൈബറിടങ്ങളിൽ പോരാടുവാൻ ഞങ്ങളുണ്ട്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അഖിലിനൊപ്പം അമലായിട്ടോ കണ്ടു. സൈബർ യുഗത്തിലെ യുവവിശുദ്ധൻ കാർലോസ് പുണ്യപുത്ര, ദിവ്യകാരുണ്യവാഹകനെ കാർലോസ് യുവസ്നേഹിത, യുവജന